ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് നോ ചാനൽ. പീസ് തരാറായിട്ടില്ല കുറച്ചായിട്ട്. ഞാനിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മുനിമാരെ സ്പോട്ട് ചെയ്തു. ജാസ്മിൻ്റെ പേരും പറഞ്ഞിട്ട് കുറച്ച് മുനിമാർ ഇറങ്ങിയിട്ടുണ്ട്. സ്പോട്ടിൽ ശപിക്കുക, കർമ്മ, നീ അനുഭവിക്കൂടി, നിന്നെ പോലീസ് പിടിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പോലീസ് ടോപ്പിക്കിലേക്ക് ഞാൻ പറഞ്ഞിട്ടുമ്പോൾ മുനിമാരോട് ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ. മുനികളോട് മഴക്കാലം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല, അതായിരിക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അറിഞ്ഞം പറഞ്ഞോ ഇങ്ങനെ പ്രാകുന്നത്. ഐ ഡോണ്ട് ബിലീവ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയേക്ക് പോസിറ്റീവും നെഗറ്റീവും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ കൊച്ചിന് വയ്യാതായ സമയത്ത് ഒക്കെ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഡ്രാമയായിട്ടൊക്കെ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി അവിടെ എന്താണോ ചെയ്തത് അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം PR ബോയെ പോലെ ഒരു കൊല്ലം മുഴുവനും ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റി മാത്രം പറഞ്ഞും ആ വ്യക്തിയുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നും വോയിസ് റെക്കോർഡ് എടുത്തും എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അതായത് ലൈക്ക് അവരുടെ ഇൻഡെപ്തിലോട്ട് വീട്ടിലോട്ടും ഒക്കെ ഇറങ്ങി ചെന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്ത പല യൂട്യൂബേഴ്സും ഉണ്ട്, ഐ നോ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ മുനിമാരോടാണ് ചോദ്യം. എന്താണ് ഈ ജാസ്മിൻ മാത്രമേ പെണ്ണായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ? ഈ ബി ഇത്രയുമുള്ള ബി ഹിസ്റ്ററിയിൽ ഞാൻ, ആര്യ, ദിൽഷ, സൂര്യ, അവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന സൈബർ ബുള്ളിങ്ങും അവരെയൊക്കെ പറ്റി സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ മുനിമാർ എവിടെയായിരുന്നു? അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ചെയ്തതിൻ്റെയാണ്. അതേപോലെ ഈ കുട്ടി ചെയ്ത കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. പോസിറ്റീവ് സംസാരിച്ചപ്പോൾ നിങ്ങൾ വന്ന് ചോദിച്ചു അവളുടെ PR ആണല്ലേ. നെഗറ്റീവ് സംസാരിച്ചപ്പോൾ ചോദിക്കുന്നു നീയൊക്കെ ഒരു സ്ത്രീയാണോ എന്ന്. അപ്പോൾ നിലപാടില്ലായ്മ ഞങ്ങൾക്കാണോ നിങ്ങൾക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും പെൺകുട്ടികൾ ഞാനടക്കം ഉള്ള കാര്യങ്ങൾ ഇത്രയും ഇത് പറ്റിയിട്ട് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ കമൻ്റ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊക്കെ നിങ്ങളുടെ നാവ് എവിടെയായിരുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ പോലീസ് കേസിൻ്റെ കാര്യമാണെങ്കിലും കൊടുക്കുന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തിട്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കെയർ ഓഫിൽ ചെന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിഷ്ണുവിനെ പറ്റി സംസാരിച്ച കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കമൻസ്, വീട്ടിലോട്ടുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ട കമൻസ്, അതൊക്കെ കൂടി എടുത്തിട്ട് ഒരു തീരുമാനമാക്കാമല്ലോ. ഇതൊന്നും ചെയ്ത ആൾക്കാരെ ഞാൻ പ്രാകാനോ അല്ലെങ്കിൽ കർമ്മയുടെ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാം. ആൻഡ് എൻ്റെ പേരൊരു കേസ് വരുന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസ് കൊടുത്തതിന് ശേഷം എനിക്കെതിരെയുള്ള കേസ് ചാർജ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്നത് ശരി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചെയ്യുന്നത് ശരിയാണെങ്കിലും അത് തെറ്റെന്നുള്ള രീതിയിൽ എവിടുത്തെ ന്യായമാണ് അത്? അങ്ങനെ ഒരു കേസ് കൊടുക്കണം, അങ്ങനത്തെ ഒരു രീതിയിൽ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിഷ്ണുവിനെ പറ്റി ഉണ്ടാക്കിയ കാര്യങ്ങൾക്കും അത് റിലേറ്റഡ് വീഡിയോ ചെയ്തവർക്കും വീട്ടിലുള്ള ആൾക്കാരെ ഡ്രാഗ് ചെയ്ത് കമൻ്റ് ഇട്ടവരും എല്ലാത്തിനും എടുത്തു വെച്ചിട്ടുണ്ട്. അവർക്ക് ഇതിനും കൊടുക്കാമല്ലോ കേസ്, അവരെ ഫേസ് ടു ഫേസ് കാണിക്കാമല്ലോ, കാണാമല്ലോ, സംസാരിക്കാമല്ലോ. അപ്പോൾ വെറുതെ വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ മുനിമാരോടും ഇങ്ങനത്തെ ഓരോ ത്രെട്ടും കൊണ്ട് കമൻറ്റ് ബോക്സിൽ ലൈക്ക് മഴയൊക്കെ ആയതുകൊണ്ട് വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉന്തിത്തള്ളി ഇങ്ങോട്ട് വിടുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങളും ഫേസ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഫേക്ക് അക്കൗണ്ടിൽ ഏതവനാണെങ്കിലും അവൻ്റെ അടിവേര് തോണ്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, മനസ്സിലായില്ല? അപ്പോൾ ഈ മുനിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ദിൽഷയൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നത്, ദിൽഷയും ആര്യയും ഞാനൊക്കെ ഫേസ് ചെയ്തേക്കുന്ന സൈബർ ബുള്ളിങ് വെച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഒരു സ്ത്രീയാന്നുള്ളൊരു കൺസിഡറേഷൻ പോലും കൊടുക്കാതെ അടിവേര് തോണ്ടുന്ന രീതിയിൽ വീഡിയോസും കമൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജാസ്മിൻ്റെ കേസിലാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ കൊച്ചതിൻ്റെ ഉള്ളിൽ ചെയ്ത അത് മാത്രമല്ല ജാസ്മിനെ പറ്റിയില്ല, അതിനകത്ത് എത്ര കണ്ടസ്റ്റൻസ് ഉണ്ടോ അത്രയും കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. PR ബോയെ പോലെ ഈ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഉന്തിത്തള്ളി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ചിന്തിക്കാം. ഞാനും ഒരു സൈബർ ബുള്ളിങ് വിക്റ്റിമാണ്. അപ്പോൾ എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പോലീസുകാരോട് ഇതേ ചോദിക്കാനുള്ളൂ. ഓക്കെ, ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് എടുക്കും. അപ്പോൾ എനിക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തന്ന കേസ് എന്തേ? ആ കമൻസ് എന്തേ? ആ പ്രൊഫൈൽസ് എന്തേ? ആ കാര്യങ്ങൾ എന്തേ? അത് അങ്ങനത്തെ ഒരു പരിപാടി. ഇത് കേരളമല്ലേ, ഇത് വെള്ളരിക്കപ്പട്ടണമാണോ? അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എവിടെയും ഇരിക്കപ്പുറത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയി. ഇങ്ങോട്ട് ഉന്തിത്തള്ളി വന്നിട്ട് ഒരു കാര്യമില്ല, ഇവിടെ പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തോ എനിക്ക് പേടി ആവത്തില്ല, പേടി വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈബർ ബുള്ളിങ് എന്നുള്ള കാര്യം ഞാനും കുറേ കാലമായിട്ട് ഫേസ് ചെയ്യണം. അപ്പോൾ ചില ആൾക്കാർക്ക് മാത്രം സൈബർ ബുള്ളിങ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം, ചില ആൾക്കാർക്ക് ഫേസ് ചെയ്താൽ വിഷയമില്ല. ചില ആൾക്കാരുടെ
കമൻറ്റ് ബോക്സിൽ എന്ത് വന്നാലും വിഷയം അങ്ങനെയല്ലല്ലോ, റൂൾ എല്ലാവർക്കും ഈക്വൽ അല്ലേ മച്ചന്മാരെ. അപ്പോൾ മുനിമാരിങ്ങനെ നടന്ന് പ്രാകാതെ അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഗെറ്റ് എ ലൈഫ്, ഓക്കെ, ആൻഡ് ഗ്രോ അപ്പ് ഓൾസോ, ഓക്കെ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളെ അങ്ങോട്ട് പണ്ടാറടക്കണം എന്നുള്ള രീതിയിൽ ഇതേവരെ വീഡിയോ ചെയ്തിട്ടില്ല, ഇതുവരെ റിയൽ ലൈഫിലും ചെയ്തിട്ടില്ല. ഉള്ള കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. എഗൻസ്റ്റ് സംസാരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പ് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം PR ബോയ് കാണിച്ച മാതിരി സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇവിടെ, ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ ഇവിടെ സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ത്രൂ ഇല്ലാത്തത് പറഞ്ഞും ട്രോൾ ചെയ്തും ആ പൈസയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ചെന്ന് സംസാരിക്കും. വെറുതെ മര്യാദയ്ക്ക് ന്യായം എന്താണെന്ന് മനസാക്ഷിയെ തൊട്ട് സംസാരിക്കുന്ന നമ്മുടെ അടുത്തേക്കൊന്നും കയറാൻ വരല്ലേ, മെക്കെട്ടേറാൻ വരല്ലേ മച്ചന്മാരെ. ആള് മാറിപ്പോയി, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കുന്തളിപ്പൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കുക, ഇവിടെ ഒന്നും കാണിച്ച് പേടിപ്പിക്കാൻ വരണ്ട, നടപടിയാവില്ല.